Good morning, everyone. Good morning. Good morning, ma'am. Morning. Good morning, madam. Good Morning, ma'am. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning. Morning. Assalamu. Morning. മറ്റൊരു മനോഹരമായ ദിവസത്തിലേക്ക് കടക്കുകയാണ് അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹാപ്പി മോർണിംഗ്. നമ്മുടെ ടോപ്പിക് എന്തെന്ന് വെച്ചാല് കുട്ടികളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, അതിന് എന്തൊക്കെയാണ് പരിഹാരം, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, അത് വരുന്ന രീതി എങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്ക് പലതരം ആകുലതകളാണ് അല്ലെ? കുട്ടികൾ എല്ലാവരും, നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പാരന്റ്സ് ആണ്. നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ടെൻഷനാണ് കുട്ടികളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ടിങ് ചിൽഡ്രൻ ത്രൂ ട്രോമ. അവരുടെ ട്രോമാസ് ഉണ്ടാവുന്നതുണ്ടെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കണം, സപ്പോർട്ട് ചെയ്യണം, അവരെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരണം. Yes or no? മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ Madam, thank you. കൈ കാണിച്ചു madam. വീഡിയോ ഓൺ ചെയ്യൂ. മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്യൂ. Madam, ഒന്ന് കൈ കാണിച്ചാൽ മൈലഞ്ചി. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മൾ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സപ്പോർട്ടിങ് ചിൽഡ്രൻ ത്രൂ അവർ ട്രോമ. നമ്മുടെ ട്രോമാസിലൂടെ അവരുടെ ട്രോമ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, നമുക്ക് അവരെ നോർമൽ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരണം അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളെല്ലാം നേരിട്ടുകൊണ്ട് മുന്നോട്ട് വന്നവരാണ്. നമുക്ക് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. കുട്ടികളിലാണ് പ്രത്യേകിച്ച്. കുട്ടിക്കാലത്ത് അവരുടെ ചൈൽഡ്ഹുഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും അവരുടെ എൻ്റയർ ലൈഫിൽ വരെ ബാധിക്കുന്ന രീതിയിലോട്ട് ഇത് മാറാറുണ്ട്. നമ്മുടെ കുട്ടികളിൽ ചെറുപ്രായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും അത് അവരുടെ ലൈഫ് ലോങ് അവരെ വേട്ടയാടുന്ന തരത്തിലേക്ക് ഇതെല്ലാം മാറിപ്പോവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതില്ലെങ്കിൽ എന്താണ് അതിനുള്ള പരിഹാര മാർഗങ്ങൾ, അതിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് എന്താണ്, ആസ് എ പാരന്റ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആസ് എ സൊസൈറ്റി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പേടിച്ച്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പേടിക്കുന്ന ജെൻ ആൽഫ ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് ഈ സംഭവിക്കുന്നത്. നമുക്ക് അവരുടെ ജനറേഷൻ, അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥയാണത്. അതിന് പലതരത്തിലുള്ള റീസൺസ് ഉണ്ടായിരിക്കും. then okay, അവര് ജനറേഷൻ അതല്ലേ, നമ്മൾ അതിനെ എഴുതി തള്ളല്ല. വി ആർ പാരന്റ്സ്, നമ്മൾ പാരന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം. വി ഷുഡ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമ്മളത് ഏറ്റെടുത്തേ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ മക്കളെ ഓക്കെ ആക്കി കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മളത് ഏറ്റെടുത്തേ പറ്റുള്ളൂ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാല്,
കുട്ടികളില് ഇത് എന്തുകൊണ്ട് ചൈൽഡ്ഹുഡ് ട്രോമ കുട്ടികളിൽ എന്തുകൊണ്ട് ഈ ഒരു ട്രോമാസ് എങ്ങനെ ഉണ്ടാവുന്നു? പല റീസൺസ് ആണ്. അതായത് ഈ ട്രോമ ഉണ്ടാവുന്നു അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ എങ്ങനെ വരുന്നു എന്ന് വെച്ചാല് അതിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് മേ ബി പ്രഗ്നൻസി പീരീഡ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡ് തൊട്ടിട്ട് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു സമയം തൊട്ടിട്ട് നമ്മൾ ടേക്ക് കെയർ ഓഫ് അവർ ചിൽഡ്രൻ, ആ ഒരു എൻവിറോൺമെന്റ്, പ്രഗ്നന്റ് ലേഡി കടന്നു പോകുന്ന എൻവിറോൺമെന്റ് തൊട്ടിട്ട് ഒരു കുട്ടിയുടെ ബുദ്ധി വികാസത്തിനും അവരുടെ വളർച്ചയ്ക്കും എല്ലാത്തിനും എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഓവർ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കാരണം എന്ത് സംഭവിക്കും? പ്രീടേം ബർത്ത് ഒക്കെ സംഭവിക്കും. അത് അവർക്ക് ന്യൂറോ കോഗ്നിറ്റീവ് ബിഹേവിയറൽ ഡെഫിഷ്യൻസിയിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ദെൻ, അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ എന്താ, കുട്ടികൾ വരുന്ന സാഹചര്യം, വീട്ടിലെ സാഹചര്യങ്ങൾ, നമ്മൾ അവരോട് പെരുമാറുന്ന രീതി, സൊസൈറ്റി പെരുമാറുന്ന രീതി, വീട്ടിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തോ വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ പാരന്റിങ് എന്ന് പറഞ്ഞാൽ 3 തരം പാരന്റിങ് ആണ്. ഒന്നാമത്തെ തരം എന്ന് പറയുന്നത് അവര് എന്തോ ചെയ്തോട്ടെ, എല്ലാത്തിനും കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അവരെന്ത് ചെയ്താലും കംപ്ലീറ്റ്ലി നമ്മൾ ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന തരം. അതാണ് ഒന്നാമത്തെ തരം പാരന്റിങ്. രണ്ടാമത്തെ തരം പാരന്റിങ് എന്ന് പറഞ്ഞാൽ അവർ എന്ത് പറഞ്ഞാലും റിജക്ഷൻ ആണ്. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. ഞാൻ പാരന്റ് ആണ്, ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ ഒന്നും വേണ്ട, ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി, വർത്താനം ഇവിടെ വേണ്ട. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് തെറ്റും ശരിയും അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കും. എല്ലാം അവരുടെ എല്ലാ കഴിവുകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം മനസ്സിലാക്കി അവരൊരു കൂടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് മൂന്നാമത്തെ തരം പാരന്റിങ്. ഇതിൽ ഏത് തരം പാരന്റിങ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരിക? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഏതാണ് വരിക? ഏത് പാരന്റിങ് ആയിരിക്കും ബെറ്റർ ആയിട്ട് വരിക? തേർഡ് വൺ, ഡെഫിനറ്റ്ലി തേർഡ് വൺ. യെസ്, മൂന്നാമത്തെ പാരന്റിങ് ആണ് നമുക്ക് ആ ഒരു ബെറ്റർ ആയിട്ടുള്ള പാരന്റിങ് ആയിട്ട് വരുന്നത്, അല്ലെ? അതായത് അവരെല്ലാം നമുക്ക് മനസ്സിലാക്കണം, അവരുടെ കൂടെ നമ്മൾ വേണം. അവരോട് പ്രത്യേകിച്ച് ഇപ്പോ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്താലോ അവരെ നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല. അവർക്ക് കാര്യം മനസ്സിലാണ്. ദേ വിൽ ക്വസ്റ്റ്യനിങ് അസ്. മുമ്പത്തെ പോലെ നീ അത് ചെയ്താൽ മതി, അതനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരനുസരിച്ചോളണം എന്നില്ല. കാരണം അവർക്ക് അവൈലബിൾ ആണ്, എല്ലാ വിവരങ്ങളും അവർക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അവരതിന് ക്വസ്റ്റ്യൻ ചെയ്യും. എന്തുകൊണ്ട്? വൈ? നമ്മൾ ആൻസർ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ പറ്റില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊന്ന് വേറെ. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. then അടുത്തത് എന്താണ്? ഇവരുടെ സ്കൂളിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴെല്ലാം ഒരു തരത്തിലൊരു ഓവർ കൺട്രോളിങ് വരുന്നു, then ബുള്ളിങ് വരുന്നു, അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു പാരന്റിങ് കറക്റ്റ് അല്ലാത്ത രീതി കാരണം അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് ഇതൊന്നും ഫേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ ന്യൂ ജനറേഷൻ, ജെൻസി, ജെൻ ആൽഫ ജനറേഷനിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഇമോഷനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യണം എങ്ങനെയെന്ന് അറിയുന്നില്ല, അല്ലെ? ഇമോഷണൽ ഇന്റലിജൻസ് ഏറ്റവും കൂടുതൽ കുറഞ്ഞു വരുന്ന ഒരു പ്രായമാണ് അല്ലെങ്കിൽ ഒരു സമയമാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. അതിന്റെ റീസൺസ് ഇതാണ്. നമുക്ക് അവരെല്ലാം അവൈലബിൾ ആവുകയാണ്, എല്ലാം അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ള രീതിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പാരന്റ്സ് കൊണ്ടുപോകുന്ന രീതി. ബിക്കോസ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അതിന് പറയുന്ന ന്യായം, അല്ലെ? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വളർന്നതല്ലേ, അപ്പൊ നമ്മുടെ കുട്ടികൾ ഇനി അത്ര കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അതിന് പറയുന്ന ന്യായം. കഷ്ടപ്പാട് അല്ല,
അവരറിയണം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തെ പറ്റി, അവരുടെ എല്ലാ കാര്യങ്ങളെ പറ്റിയും കൃത്യമായ ധാരണ അവരറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് വെറുതെ ഉണ്ടാവില്ല. ബിക്കോസ് അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ കൂടെയാണ്. സ്കൂളിൽ പോകുന്നവരെ, സ്കൂളിൽ പോയി കഴിഞ്ഞാലും അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അവരെപ്പോഴും നമ്മളെ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്താണ് ബിസി വേൾഡിലാണ് ജീവിക്കുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി എന്താണ് ഒരു ബിസി ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല, അവരെ നോക്കാൻ സമയമില്ല, ന്യൂക്ലിയർ ഫാമിലിയാണ്. ഇതെല്ലാം കുട്ടികളെ ബാധിക്കും അല്ലെ? നമ്മള് കരിയർ ബേസ് നമ്മുടെ ഓരോ തിരക്കുകളും ബിസിനസ്സും മറ്റുമായിട്ടൊക്കെ ബിസി ആയി പോകുന്ന സമയത്ത് കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം കുട്ടികളെ ബാധിച്ചു വരും. ഇനി കുട്ടികൾ ഇതെല്ലാം ആരോട് പറയും? അവർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് പറയാൻ അവർക്ക് ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ ഇതെല്ലാം കേറി അവരുടെ ഉള്ളിൽ കേറി ഇതൊരു ട്രോമയായി മാറി, അവർക്ക് സ്ട്രെസ്സായി മാറി, അവർക്ക് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. ബുള്ളിങ് സഹിക്കാൻ പറ്റുന്നില്ല, അവർക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റാതെ അവർ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അങ്ങനെ പോകുന്നു. ഇതാണ് അവരുടെ ലൈഫ്. കുറെ റീൽസ് ചെയ്യുന്നു, കുറെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇതൊക്കെയാണ് അവരുടെ മുന്നിലുള്ള കാര്യങ്ങള്. ദെൻ ബാക്കി എന്താണ്? ബാക്കി ഫുൾ ടൈം പഠനമാണ്. കളിക്കാനുള്ള സമയം പോലും മര്യാദക്കില്ല ഇല്ലേ? ഫുൾ ടൈം എന്താണ്? ഫുൾ ടൈം പഠനം. ബാക്കി നമുക്ക് നോക്കാനേ സമയമില്ല. ഇങ്ങനെ ഒരു ബേസിൽ പോകുന്നത് കൊണ്ടാണ് കുട്ടികളിലെ ഈ ഒരു സ്ട്രെസ് ഒക്കെ ഓവറായിട്ട് വരുന്നത്. ദെൻ സ്ട്രെസ് ഓവറായിട്ട് വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. അതിന് നമുക്ക് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. വി ഷുഡ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർക്ക് സ്ട്രെസ് ഉണ്ട്, അവർക്ക് ട്രോമ ഉണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അവരെ വഴിക്ക് വിട്ടുപോവുകയല്ല, നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. ഇന്ന് കണ്ടുവരുന്ന പല പ്രശ്നങ്ങളിലും സംഭവിക്കുന്നത് അവരവരെ കുട്ടികളെല്ലാം അങ്ങനെ വിട്ടുപോവാതെ അവരുടെ കൂടെ, അവരുടെ ഓരോ പ്രശ്നത്തിനും അവരുടെ ഒപ്പം നിന്നുകൊണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരായി നിന്നുകൊണ്ട്, നമുക്ക് കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫാമിലിയിൽ വരുന്ന പല പ്രശ്നങ്ങളും കാരണം, അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് കാരണം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് അവരിലേക്ക് ഇടുന്നത് കാരണം, നമ്മൾ ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന ഒരു പാരന്റ് ആണ്. അതിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കുട്ടികൾ അത് നമ്മളെ കോപ്പി ചെയ്യുന്നു. അവരിൽ ദേഷ്യം കൂടുതലായിട്ട് എടുക്കുന്നു, അവർ കൂടുതലായിട്ട് ദേഷ്യം കാണിക്കുന്നു ഇല്ലേ? ഇത് അവർ കോപ്പി ചെയ്യുന്നു. ദെൻ ജനറ്റിക്കലി കുറച്ച് അവർക്ക് കിട്ടുന്നുണ്ടാകും. ജനറ്റിക്കലി നമ്മുടെ കുറച്ച് കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ടാവും. ഇതെല്ലാം അതിന്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ ഇത് ഓവർ ആയിട്ട് വരും. ദെൻ ഇതെല്ലാം വരുമ്പോ കുട്ടികളിൽ വരുന്ന ഈ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ക്യാരക്ടർ, അവരുടെ ഈ രീതിയിലുള്ള പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടർ, സെൽഫിഷ്നെസ്, എല്ലാത്തിനോടും സെൽഫിഷ്നെസ് ആയിട്ടുള്ള ഒരു പ്രകൃതം, ഇതിനെല്ലാം നമ്മൾ കണ്ണു മറച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഇതെല്ലാം എന്തായും ഇറ്റ് വിൽ ടെൻസ് ടു NPD പോലെയുള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള വലിയൊരു വിപത്ത്. ഇത് ചെറുതല്ല. ഒരാളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ, ഒപ്പമുള്ള ആളുകളെ ഒന്നും ഇല്ലാതാക്കി കളയാൻ പറ്റുന്ന അത്രയും ത്രാണിയുള്ളതാണ് NPD എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിലേക്ക് വരെ ഇത് നയിക്കും. അതർവൈസ് എന്തിലോട്ട് വരും? ബൈപോളർ ഡിസോർഡർ എന്ന് പറയും, ബൈപോളർ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അതിലേക്ക് വരും. ഇതിൽ ഏത് വന്നാലും ഇവരുടെ ലൈഫും ഒപ്പമുള്ളവരുടെ ലൈഫും എല്ലാം നശിച്ചു പോവുക ചെയ്യുക. ഓക്കെ, കേൾക്കുന്നുണ്ടോ? മേ ഓഡിബിൾ? യെസ് ഓർ നോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഞാൻ പറയുന്നതിന് കൃത്യമായ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. ദെൻ ചൈൽഡ്ഹുഡ് ട്രോമ. വാട്ട് ഈസ് ചൈൽഡ്ഹുഡ് ട്രോമ? അപ്പൊ നമ്മളിങ്ങനെ ട്രോമയെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞാല്, ട്രോമ എന്ന് പറയുമ്പോൾ അക്യൂട്ട് ട്രോമ ഉണ്ട്, ക്രോണിക് ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള ട്രോമ ഉണ്ട്. 3 തരം ട്രോമാസ് ഉണ്ട്. ട്രോമാസ് ആർ 3 ടൈപ്സ്: അക്യൂട്ട് ട്രോമ, ക്രോണിക് ട്രോമ ആൻഡ് കോംപ്ലക്സ് ട്രോമ. അക്യൂട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ രീതിയിലുള്ളത്. ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി
വൈഡ് ആയിട്ടുള്ള രീതിയിൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സിറ്റി കൂടുതലാണ്. നമുക്കത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും മരുന്നും മെഡിസിനും ഒക്കെ എടുക്കേണ്ടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തും. ഏറ്റവും ഏർലി സ്റ്റേജിലോ അല്ലെങ്കിൽ തുടക്കത്തിലോ കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അക്യൂട്ട് ട്രോമ വരുന്നത്. കോംപ്ലക്സ് ട്രോമയിലോട്ട് എത്താതെ അക്യൂട്ടിലോ ക്രോണിക്കിലോ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ലൈഫിനെ തന്നെ സേവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ട്രോമ ക്ലിയർ അല്ലേ? 3 തരം ട്രോമ വരുന്നത് ഇങ്ങനെയാണ്: അക്യൂട്ട് ട്രോമ, ക്രോണിക് ട്രോമ ആൻഡ് കോംപ്ലക്സ് ട്രോമ. ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്, ട്രോമാസിന് വരുന്ന കാരണം എന്ന് പറയുന്നത് നമ്മള് കുട്ടികൾ നേരിടുന്ന അബ്യൂസ്, കുട്ടികൾ അവരുടെ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ നേരിടുന്ന അബ്യൂസ് എന്താണ്, അതിനുള്ള ഒരു റീസൺ ആണ്. ദെൻ അവരെ നെഗ്ലക്റ്റ് ചെയ്യുന്നത് റീസൺ ആണ്. നമ്മളെ തിരക്കോ മറ്റുള്ള റീസൺസോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ കുട്ടികൾ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് റീസൺ ആണ്. പെട്ടെന്നുണ്ടാവുന്ന ആക്സിഡൻസ്, ഇത് ട്രോമയ്ക്കുള്ള ഒരു റീസൺ ആണ്. സഡൻ ആയിട്ടോ പെട്ടെന്ന് ഉണ്ടാവുന്ന ആക്സിഡൻസ് ട്രോമയ്ക്കുള്ള ഒരു റീസൺ ആണ്. ദെൻ അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചു, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും. പെട്ടെന്നുണ്ടാവുന്ന അവർക്ക് നഷ്ടങ്ങൾ, ആക്സിഡൻസ്, ഇതെല്ലാം ട്രോമയ്ക്കുള്ള ഒരു റീസൺ ആയിട്ട് മാറും. നമുക്ക് അങ്ങനെ അപ്പൊ അങ്ങനെ എന്താണ് ഇതിനുള്ള റീസൺസ്, കോമൺ കോസസ് സാധാരണയായിട്ട് വരുന്നത് അബ്യൂസ് ചെയ്യപ്പെടുന്നത്, നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നത്, ആക്സിഡൻസ് ഉണ്ടാവുന്നത്, അവർക്ക് നഷ്ടപ്പെടൽ സംഭവിക്കുന്നത്, ഇതെല്ലാം എന്താണ് ഈ ട്രോമയ്ക്കുള്ള അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങളാണ്. ചെറിയ ചെറിയ കാരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പലതരം കാരണങ്ങൾ ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് ഈ കുട്ടികളിൽ ട്രോമ ഉണ്ട് എന്ന് തിരിച്ചറിയണം. ശരി, നമ്മൾ കുട്ടികളിൽ ട്രോമാസ് വരുന്നുണ്ട്, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുമ്പോൾ ട്രോമ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അബ്യൂസ് നേരിടുമ്പോൾ ട്രോമ വരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവുമ്പോൾ അവർ ട്രോമ സംഭവിക്കുന്നു, അവർ സ്ട്രെസ്ഡ് ആവുന്നു, അവർക്ക് ആൻസൈറ്റി വരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റണമല്ലോ. നമുക്കിതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ, അഡോളസൻസ്, ഈ ഒരു ഏജില് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇവര് അനാവശ്യമായി ദേഷ്യപ്പെടുന്നു, അവര് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നമുക്ക് കാണപ്പെടുന്നു, അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിൽ, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കത്തിൽ നെട്ടി ഉണരുന്നു. ഇതെല്ലാം ഇവർക്ക് എന്തോ സംതിങ് ഹാപ്പനിങ് ദെയർ ലൈഫ്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അതിന്റെ ഉദാഹരണമാണ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നതെല്ലാം. ഉറക്കത്തിൽ നെട്ടി ഉണർന്നുകൊണ്ട് അവര് എന്തൊക്കെയോ പറയുന്നു. ഓക്കെ, അവർക്ക് നോർമലി സാധാരണ നമ്മൾ ഉറങ്ങുന്ന കുട്ടികളിൽ കാണുന്നതിൽ നിന്നും പലതരം വ്യത്യാസങ്ങൾ കാണുന്നു. അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവരിൽ ശ്രദ്ധ കുറവ് കാണുന്നു. പഠനത്തിലും സ്കൂളുകളിലും ടീച്ചേഴ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നോർമലി സാധാരണ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടി, ആ കുട്ടി മുമ്പ് കണ്ടിരുന്ന പോലെയല്ല ഇപ്പോൾ ആ കുട്ടിയുടെ പെരുമാറ്റം, ആ കുട്ടി ശ്രദ്ധിക്കുന്ന രീതിയിലെല്ലാം വ്യത്യാസമുണ്ട്. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അത് അവരിൽ ട്രോമ നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു റീസൺ ആണ്, അല്ലെങ്കിൽ അവർ സ്ട്രെസ്ഡ് ആണ്, അവർക്ക് എന്തോ അവരുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് ഈ കാണുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
അവരിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് സംഭവിക്കുന്നു. കൂടുതലായിട്ട് അതായത് ഭക്ഷണം കഴിക്കുന്നതിൽ അവരിൽ വ്യത്യാസം കാണുന്നു. നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി ആയിരിക്കില്ല കുട്ടികളിൽ നമ്മൾ പ്രകടമായുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നു. അവര് സോഷ്യലി ഭയങ്കര ഇൻവോൾവ് ആയി എല്ലാവരുടെ കൂട്ടത്തിലും എല്ലാ കുട്ടികളുടെ കൂട്ടത്തിലും കളിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നിന്നും മാറി ഒറ്റപ്പെട്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ കാണപ്പെടുന്നു. കുട്ടികൾ എന്ത് ചെയ്യാണ്? എല്ലാ കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കുട്ടികളെ കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഇതും എന്താണ്? അവരിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. ക്ലിയർ ആയിരിക്കും? അവരിൽ എന്തൊക്കെയോ സംതിങ് ഹാപ്പനിങ് ഓൺ ദെയർ ലൈഫ്സ്, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് അവരുടെ ലൈഫിൽ ഉണ്ടാവുമ്പോഴാണ്. അടുത്തത് എന്താണ്? തലവേദന ഉണ്ടാവുന്നു, സ്ഥിരമായി തലവേദന ഉണ്ടാവുന്നു, സ്ഥിരമായി വയറുവേദന ഉണ്ടാവുന്നു. ചില കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കും, സ്കൂൾ ഗോയിങ് കുട്ടികളാണെങ്കിൽ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് എപ്പോഴും വയറുവേദന ആയിരിക്കും അല്ലെ? സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ ചില കുട്ടികളിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണത്. എപ്പോഴും വയറുവേദന, എപ്പോ ചോദിച്ചാലും വയറുവേദന. അപ്പോ ഈ പറഞ്ഞ പോലെ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പറയുമ്പോ സംടൈംസ് ഇത് നമുക്ക് അവര് സ്കൂളിൽ പോകാനുള്ള മടി ആയിട്ട് തോന്നാം. അതാണ് അതിന്റെ റീസൺ എന്ന് തോന്നാം. അവർക്ക് സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ട് അവരെന്ത് ചെയ്യാണ്? വയറുവേദന കാണിക്കുകയാണ്. വയറുവേദന ആണെങ്കിൽ നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ അല്ലെ? അങ്ങനെ ഒരു ചിന്തയാണ് വയറുവേദന അല്ലേ, തൊട്ട് നോക്കിയാൽ മനസ്സിലാവില്ല. ഞാൻ ഡോക്ടറെ പോയി കാണിക്കുന്നു, മരുന്ന് വാങ്ങുന്നു, കുടിക്കുന്നു, മാറുന്നു, വീണ്ടും സെയിം അതുപോലെ വരുന്നു. പ്രത്യേകിച്ച് ഏത് ടെസ്റ്റ് എടുത്താലും പ്രത്യേകിച്ച് ഒരു കാരണം അവർക്കില്ല, അവർക്ക് വയറുവേദന ഉണ്ടാവുന്നു. ഇത് അവരിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിന്റെ റീസൺസ് അവർ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ വയറുവേദന കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു, തലവേദന കാണപ്പെടുന്നു. ഇത് രണ്ടും കുട്ടികളിൽ എന്തോ ട്രോമ അല്ലെങ്കിൽ അവരെന്തോ അബ്യൂസ് നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്തോ സ്ട്രെസ്ഡ് ഔട്ടാണ്, എന്തോ ഒരു വിഷയം അവരുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ്. മേ ബി സ്കൂളിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ദുരനുഭവമായിരിക്കാം അവർക്ക് അങ്ങനെ സംഭവിക്കാനുള്ള റീസൺ. അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സംതിങ്, കുട്ടികളെ ഒപ്പമുള്ള കുട്ടികൾ കളിയാക്കുന്നതായിരിക്കും. അവർക്ക് അതിനോടുള്ള ഒരു വിരക്തിയായി പോവാനുള്ള മടിയായിട്ടല്ല, അവർക്ക് അതിനോടുള്ള ഒരു പ്രശ്നം അവിടെ എത്തുമ്പോൾ അവര് നേരിടാൻ കെൽപ്പില്ലാത്ത രീതിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് എന്താവുന്നത് ഇവർ ഈ രീതിയിലൊക്കെ കാണിച്ചു വരുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. അവര് തലവേദന പറയുന്നു, അവർക്ക് വയറുവേദന പറയുന്നു, നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. ഇതൊന്നും എന്തല്ല, അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് ഇതിലൊന്നും മാറ്റം വരുന്നില്ല. ദെൻ നമുക്ക് അടുത്ത ഒരു വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോവേണ്ടി വരും, തെറാപ്പീസ് കൊടുക്കേണ്ടി വരും. ബിക്കോസ് കംപ്ലീറ്റ്ലി മൈൻഡ് ആൻഡ് സ്റ്റൊമക്ക് ഓഫ് ദി എവരി വൺ, ചിൽഡ്രൻ മാത്രം, പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇത് കാണുക. കുട്ടികളുടെ വയറും മൈൻഡും തമ്മിൽ നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ട്. അവരുടെ മൈൻഡിൽ വരുന്ന സ്ട്രെസ്, ആൻസൈറ്റി, ട്രോമാസ്, അങ്ങനെയുള്ള സകലമാന കാര്യങ്ങളുടെയും ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആദ്യം എടുത്തു കാണിക്കുക അവരുടെ വയറിലുള്ള പ്രശ്നങ്ങളായിരിക്കും. കുട്ടികളിൽ വയറുവേദനയാണ് തുടങ്ങുക. കുട്ടികൾ സ്ഥിരമായി വയറുവേദന പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തോ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കാര്യമായിരിക്കും, വളരെ ചെറിയ കാര്യമായിരിക്കും, പക്ഷെ നമ്മളത് നോട്ടീസ് ചെയ്താലേ നമുക്ക് മനസ്സിലാകുള്ളൂ. ദെൻ അത് നമ്മൾ വേണം നോട്ടീസ് ചെയ്യാൻ. നമ്മുടെ ഒപ്പമുള്ളവർ അങ്ങനെയൊന്നും ഇല്ല, നമ്മുടെ കുട്ടികളാണ്. വി ഷുഡ് ഹാവ് ദ റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ആ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തേ പറ്റുള്ളൂ. നമ്മൾ പാരന്റ്സ് ആണെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കണം. അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിന്റെയും റീസൺ എന്താണെന്ന് നമുക്കറിയണം. അത് നമ്മൾ കണ്ടുപിടിക്കണം, നമ്മൾ വാച്ച് ചെയ്യണം. എപ്പോഴും കുട്ടികളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അവരെ കൺട്രോൾ ചെയ്യല്ല വേണ്ടത്, അവരെ സ്നേഹിച്ച് അവരെ ഒപ്പം നിന്ന് അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അവരെ വാച്ച് ചെയ്യുക വേണ്ടത്. അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് അവർക്കും മനസ്സിലാവണം. എന്ത് പ്രശ്നം വന്നാലും അവരുടെ കൂടെ ഉണ്ടാവും, അവരോട് അവർക്ക് നമുക്ക് വിശ്വാസമുണ്ട് എന്നുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടായിരിക്കണം. ദെൻ എവറിത്തിങ് വിൽ ബി ഓൾറൈറ്റ്. അവർക്ക് ഈ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം വന്നാലും ഓടി വന്ന് നമ്മളോട് പറയുക. അവരുടെ ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും നമ്മളോട് വന്ന് പറയുന്ന രീതിയിൽ
അവരുടെ ടെൻഷൻ എന്താണെങ്കിലും മേ ബി അവർക്ക് തന്നെ തോന്നുകയാണ് എനിക്ക് എന്തോ ഒരു സുഖമില്ല, മനസ്സിന് എന്തോ ഒരു വിഷമമാണ്, എനിക്ക് ഇങ്ങനെ സ്ട്രെസ് തോന്നുന്നുണ്ട് എന്ന് കുട്ടികൾ തിരിച്ചറിഞ്ഞ് നമ്മളോട് പറയാൻ പറ്റുന്ന സ്റ്റേജിൽ അവർ പെട്ടെന്ന് തന്നെ തുടക്കത്തിൽ തന്നെ നമ്മളോട് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇതെല്ലാം ഒരുപാട് വേഴ്സ് ആയി സ്കൂളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ കണ്ടെത്തി ടീച്ചേഴ്സ് കണ്ടുപിടിച്ച് നമ്മളോട് പറയുമ്പോഴേക്കൊക്കെ ഒരുപാട് വൈകിട്ടുണ്ടാവും. അതേസമയം തുടക്കത്തിലെ ആണെങ്കിൽ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും. ഇത് പഠിക്കുന്ന കുട്ടികളാണ്, അവരുടെ പഠനത്തെ ബാധിക്കും ഇല്ലേ, അവരുടെ അക്കാദമിക് പെർഫോമൻസിനെ ബാധിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ബാധിക്കും. വളർന്നു വരുന്ന കുട്ടികളാണ്, അവരുടെ ഓരോ ദിവസവും പ്രഷ്യസ് ആണ്, ഒരു ദിവസവും നഷ്ടപ്പെട്ടു പോവാനുള്ളതല്ല. ഒന്നും ഇതുപോലെ സ്ട്രെസ്സിനും ആൻസൈറ്റിക്കും ടെൻഷൻസിനും ട്രോമാസിനും ബുള്ളിങ്ങിനും ഒന്നും വിട്ടുകൊടുക്കേണ്ടതല്ല നമ്മുടെ കുട്ടികളെ. അവര് സ്ട്രോങ് ആക്കി നിർത്തണം. എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും അവരെ നമ്മൾ സ്ട്രോങ് ആക്കി നമ്മുടെ കൂടെ നിർത്തണം. പെർഫെക്റ്റ് സ്ട്രോങ് ആയിട്ട് ഒരു സ്ട്രോങ് പില്ലർ ആയിട്ട് നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവണം. അവര് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും വേണം. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് ഈ ട്രോമാസ് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്? അറ്റൻഷൻ, അവരുടെ മെമ്മറി പവർ, ഇതിനെല്ലാം എഫക്ട് ചെയ്യുന്നു. ഇമോഷണൽ റെഗുലേഷൻ സംഭവിക്കുന്നു. അവർക്ക് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ എന്തൊക്കെയോ ചെയ്യുന്നു. അവർക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അവർ എന്തൊക്കെയോ ചെയ്യുന്നു. ഇതിനൊന്നും ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. റിലേഷൻഷിപ്സിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു. അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സിബ്ലിങ്സ്, ഇതെല്ലാം അവർക്ക് ഇതിന്റെ ഒന്നും വാല്യൂസ് മനസ്സിലാവുന്നില്ല. അവർ ഏതോ ലോകത്താ, വേറെ ഏതോ യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയും അല്ലെ? നമ്മൾ പറയാറില്ല വേറെ ഏതോ യൂണിവേഴ്സിലാണ്, ഈ ലോകത്ത് നല്ല ജീവിക്കുന്നത് എന്ന് പറയില്ലേ? അങ്ങനെയെല്ലാം സംഭവിക്കും ഈ രീതിയിലുള്ള ട്രോമാസ് എഫക്ട് ചെയ്യുമ്പോൾ. അവരുടേതായ കംഫർട്ട് സോൺ കണ്ടെത്തി അതിൽ സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിൽ ഓക്കെ ആയി പോകും. കാരണം അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്, അവർക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പേടിയാണ്, ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ പേടിയാണ്. ബിക്കോസ് എന്താണ്, അവർ ഫേസ് ചെയ്യാൻ വേണ്ടി അവരെ മുന്നോട്ട് ഇറങ്ങുമ്പോൾ അവരുടെ ട്രോമ അവരെ ട്രിഗർ ചെയ്യും. നമുക്കുണ്ടാവാറില്ലേ നമ്മുടെ ചെറുപ്പത്തിൽ എത്ര കാര്യങ്ങൾ, നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോ നമുക്ക് നമ്മുടെ ട്രോമ ട്രിഗർ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ദെൻ അതിലേക്ക് ഇറങ്ങാതെ ബാക്കിലേക്ക് തിരിയുന്നത് മനസ്സിലാകും. ആ ട്രോമയെ ഹീൽ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ റിക്കവർ ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് കുട്ടികളിലും കാണപ്പെടുന്നത്. ചില കുട്ടികൾക്ക് പേടിയായിരിക്കും. വെള്ളത്തിനോട് പേടിയുള്ള കുട്ടികൾ ഉണ്ടാകും, ഇരുട്ടിനെ പേടിയുള്ള കുട്ടികൾ ഉണ്ടാകും. പല രീതിയിലാണ് ഇവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻസ് കാണിക്കുക. വെള്ളത്തിന് പേടിയുണ്ട്, വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, ഇരുട്ടിനെ പേടിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, ചില മ്യൂസിക്സിനെ പേടിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. വാട്ടെവർ ഇറ്റ്, പല തരത്തിലാവും കുട്ടികൾ കാണിക്കുക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരിൽ ഇതിലെല്ലാം കടന്ന് കളിക്കണം, ഉള്ളിൽ എങ്ങനെ കടന്ന് കളിക്കണം, ഇത് ഇവർക്ക് പുറത്തേക്ക് പറയാൻ പോലും ആവുന്നില്ല. നമ്മളോട് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാൻ പോലും ആവുന്നില്ല. അതേസമയം തന്നെ അങ്ങനെ പറയാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്നുമില്ല എന്നുണ്ടെങ്കിൽ വളരെ ഭയാനകമായിട്ടൊരു സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നുണ്ടാകുക. നമ്മളോട് വന്ന് പറയാനുള്ള സ്പേസും നമ്മൾ കൊടുക്കുന്നില്ല. അവർക്ക് ധൈര്യത്തിൽ വന്ന് പറയുമ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കാതെ അവരെ ക്വസ്റ്റ്യനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ മനസ്സിലാക്കുന്നേ ഇല്ല. അതിന് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കുട്ടികൾ പറയും, തന്നെ അവര് വിടും. പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് മനസ്സിലാവുമ്പോൾ അവര് വിടും. അവര് വേറെ ഏതെങ്കിലും വഴി തേടി പോകും. ഞാൻ ഓൾവേസ് നമ്മൾ എപ്പോഴും അവരെ വെൽക്കമിങ് ചെയ്തുകൊണ്ടായിരിക്കണം. അവർക്ക് പറയാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മളോട് വന്ന് ഓപ്പൺ ആയി പറയാൻ പറ്റുന്ന ഒരു സ്പേസ് നമ്മളിൽ ഉണ്ടാക്കണം. അവിടെ ഞാൻ പാരന്റ് ആണ്, എന്നോട് ഇന്ന് ഈ ഒരു കാര്യം പറയാൻ പാടുള്ളൂ, ഇതിന്റെ അപ്പുറത്തോട്ടുള്ളത് എന്നോടൊന്നും പറയാൻ പാടില്ല. അവിടെ ഒരു ബൗണ്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് തുറന്നു കൊടുക്കണം. ഒരു ബൗണ്ടറി നമ്മൾ എവിടെയും ക്രിയേറ്റ് ചെയ്യരുത്. കംപ്ലീറ്റ് ആയിട്ട് കുട്ടികൾക്ക് ഇതെല്ലാം ഓപ്പൺ ആക്കി കൊടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? യെസ് ഓർ നോ? മനസ്സിലാവുന്നുണ്ടോ?
ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് പറഞ്ഞാലും മതി. യെസ് ഓർ നോ? യെസ്. ഓക്കെ, താങ്ക് യു. മനസ്സിലാവുന്നുണ്ട് മാം. യെസ്. നമ്മൾ ഈ കാണുന്ന പോലെ ഇപ്പോ ഇന്ന് കൂടുതലായിട്ട് ഇപ്പോ ഷഹബാസിന്റെ ഇഷ്യൂസ് കണ്ടു ഇല്ലേ? അഫ്നാൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ പ്രശ്നങ്ങൾ കണ്ടു. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഷഹബാസ്. എന്താണ് സംഭവിച്ചത്? ഒപ്പമുള്ള ആളുകള് അല്ലേ, ഒപ്പമുള്ള ആളുകള് അവരെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലോട്ട് വന്നു. സ്വന്തം സഹപാഠികളാ ചെയ്തേ. അതും കുട്ടികളാണ്, ഇതും കുട്ടിയാണ്. എന്താണ് അവരുടെ ഇടയിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇത്രയും ആംഗ്രി ഇഷ്യൂസ് ഇവരുടെ ലൈഫിൽ വരുന്നു? ചെറിയ കുട്ടികളല്ലേ, കുട്ടികളുടെ ലൈഫിൽ കുട്ടികൾക്ക് എന്തിനാണ് ഇത്രയും വാശിയും വൈരാഗ്യം ഒക്കെ വരുന്നത്? എങ്ങനെയാണ് ഇതെല്ലാം വന്നു പെട്ടത്? ഇതിന്റെ എല്ലാം ഈ ചെറിയ പ്രായത്തിൽ തുടങ്ങുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. വൈഡായി ഇത് ഇൻക്രീസ് ചെയ്ത് വരുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ ഇവർ കാണുന്ന നെഗ്ലിജൻസ്, അതുപോലെ ഇവരില് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്നു, ഭയങ്കരമായിട്ട് സെൽഫിഷ്നെസ് കാണിക്കുന്നു. ഇതിനെ നമ്മൾ കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്യുന്നു. അവരെ നമ്മൾ തിരുത്താതെ സപ്പോർട്ട് ചെയ്തിട്ട് ചിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരിലെ തെറ്റ് നമ്മൾ തിരുത്തി കൊടുക്കാതെ അവർക്ക് എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു, ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടികളിൽ കാണുന്ന ദേഷ്യം, ആ ദേഷ്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാതെ അതിനെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു NPDയിലോട്ട് മാറും. NPD എന്താണെന്ന് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് NPD എന്ന് പറയുന്നത്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഒരാളെ നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്വാർത്ഥമായിട്ടുള്ള ചിന്താഗതിയുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ചെറിയ പ്രായത്തിൽ നമ്മളെ ശ്രദ്ധക്കുറവ്, നമ്മൾ ഇതുപോലെ കുട്ടികളെ അമിതമായി ലാളിച്ച് അവരിലെ തെറ്റുകൾ തിരുത്താതെ അവരുടെ പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി അതിനെ മാറ്റിയെടുക്കാതെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ എത്തിപ്പെടാൻ പോകുന്നത് ഇതിലേക്കൊക്കെ ആയിരിക്കും. സംടൈംസ് എന്തായിരിക്കും, മയക്കുമരുന്ന് പോലുള്ള മറ്റുള്ള വിഷയങ്ങളിലേക്കായിരിക്കും എത്തുക. സംടൈംസ് ഈ കൊലപാതകം പോലുള്ള മറ്റുള്ള വിഷയങ്ങളിലേക്ക് എത്തും. ഏത് തരത്തിലാണെങ്കിലും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം കുട്ടികളിൽ കാണപ്പെടും. കുട്ടികൾ വലുതാവും തോറും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ടുവരും. ഇതെല്ലാം സംഭവിക്കുന്നത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ തിരുത്താത്തത് കൊണ്ടാണ്. അവരിൽ എന്തുകൊണ്ട് ആംഗ്രി ഇഷ്യൂസ് വരുന്നു? ആംഗ്രി ഇഷ്യൂസ് ഉണ്ടാകും, അതിനൊരു റീസൺ ഉണ്ടാവുമല്ലോ. ജനറ്റിക്സ് ബേസ് അതിന്റെ അപ്പുറത്തോട്ട്, ബിയോണ്ട് ദ ജനറ്റിക്സ്, അതിന്റെ അപ്പുറത്തോട്ട് അവർക്ക് ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ നമ്മൾ കണ്ടുപിടിക്കണം, അതിനെ നമ്മൾ മാറ്റിയെടുക്കണം, അവരെ നമ്മൾ ഓക്കെ ആക്കണം. ഇതൊന്നും അല്ല ലൈഫ്, ഇതിലൊന്നും അല്ല എന്നുള്ളത് അവർക്ക് അതിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അത് ചെയ്യേണ്ടത് നമ്മളാണ്. കാരണം അവർ കുട്ടികളാണ്, കുട്ടികൾക്ക് ഇത് അറിയില്ല. അവര് കടന്നു പോകുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലൂടെ പോകുന്ന ചെറിയ കുട്ടികളിലെ ഈ മാറ്റങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി അത് തിരുത്തേണ്ടതും മാറ്റിയെടുക്കേണ്ടതും തീർച്ചയായിട്ടും പാരന്റ്സ് ആയിട്ടുള്ള നമ്മളാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സിനെ പറ്റിയും ട്രോമയെ പറ്റിയും ആൻസൈറ്റിയെ പറ്റിയും ഇതുകൊണ്ട് കുട്ടികളിൽ എങ്ങനെയൊക്കെയാണ് ഈ സ്ട്രെസ്സും ട്രോമയൊക്കെ കുട്ടികളിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നതിനെയൊക്കെ പറ്റി പറഞ്ഞു. കുട്ടികളിൽ വരുന്ന ഉറക്കക്കുറവ് ഒരു റീസൺ ആണ്. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരിൽ ശ്രദ്ധക്കുറവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലേണിംഗ് ഡിസബിലിറ്റി, അവർ പഠിക്കുന്നതിലുള്ള മാറ്റം, വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരിൽ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവര് സോഷ്യലി ഇൻവോൾവ് ആയ കുട്ടികൾ പെട്ടെന്ന് ഒറ്റപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയിലൂടെ മാറുന്നുണ്ടെങ്കിൽ അതൊരു റീസൺ ആണ്. അതെന്തോ സംഭവിക്കുന്നു എന്നതിനുള്ള ഒരു ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പേടി, ആവശ്യമില്ലാതെ അല്ലെങ്കിൽ എന്തിനും ഏതിനും പേടി കാണിക്കുന്നു. സംസാരിക്കാനുള്ള മടി, സംസാരിക്കാനുള്ള പ്രശ്നം, വാക്കുകൾ കിട്ടാത്ത പ്രശ്നം, അങ്ങനെയുള്ള ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവരിൽ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു
കാര്യമാണ്. പ്രത്യേകിച്ച് നന്നായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സൈലന്റ് ആയി പോകുന്നു. അതുവരെ പേടിയൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് പേടി ഉണ്ടാവുന്നു. നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഉറക്കത്തിൽ അവർക്ക് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. ചില കുട്ടികൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന അവസ്ഥ, അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇതെല്ലാത്തിന്റെയും ഒരു റീസൺ ഉണ്ടായിരിക്കും. അതെന്താന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ചില കുട്ടികൾ അനാവശ്യമായി ദേഷ്യപ്പെടുന്നു. ദേഷ്യപ്പെട്ടിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ളതെല്ലാം നശിപ്പിക്കുന്നു. അവര് വിചാരിച്ച കാര്യം നടക്കുന്നത് വരെ അവരെന്തും ചെയ്യുന്ന രീതിയിലോട്ട് അവരുടെ പ്രവൃത്തികൾ പോകുന്നു. തുടക്കത്തിലേ മനസ്സിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്കിതെല്ലാം വളരെ ഈസി ആയി കൂളായി കൈകാര്യം ചെയ്ത് അവരുടെ ലൈഫ് ലോങ് അവരെ സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേസമയം അവരെ നമ്മള് കുട്ടികളല്ലേ എന്നുള്ള ഒരു രീതിയിൽ അവരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് അത് പോകുന്നത്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരുടെ ഈ ട്രോമാസ് എല്ലാം അവരെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം വരും, കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം വരും, അവരുടെ വർക്ക് സൈറ്റിൽ പ്രശ്നം വരും. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവർക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ എന്താണ് നമ്മുടെ ട്രോമാസ്, സ്ട്രെസ്, ആൻസൈറ്റി ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇല്ലേ? ഇനി നമുക്ക് ഇതിനൊക്കെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, സേഫ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് നമ്മൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ എൻവിറോൺമെന്റ് നമ്മൾ സേഫ് ആക്കി വെക്കണം. നമ്മൾ ദേഷ്യപ്പെടുന്ന പാരന്റ്സ് ആണെങ്കിൽ നമ്മൾ വി ഷുഡ് ഹാവ് കൺട്രോൾ. നമ്മൾ എന്ത് ചെയ്യണം? അവരെ ദേഷ്യപ്പെടുന്നതിൽ നിന്നും നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മൾ അവരെ കൈകാര്യം, ബിക്കോസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് നമ്മളെ വാച്ച് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവര് നമ്മളെ വാച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറ നമ്മൾ പറയുന്നതിലൊക്കെ എത്രയോ മേലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഇന്ന് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ഇങ്ങനെ ചെറിയ ക്ലിയർ കുറവാണ്. സൗണ്ട് ലേശം കുറവുണ്ട്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്താൽ മതി പ്ലീസ്. ഓക്കെ, താങ്ക് യു. കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് ഈ ട്രോമാസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ട്രോമാസ് എന്താണെന്ന് മനസ്സിലായില്ലേ? യെസ് മാം, മനസ്സിലാവും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. യെസ്, സ്ട്രെസ് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതിനെ പറ്റി നമുക്കൊരു ഐഡിയ വേണം, മനസ്സിലാവണം, ധാരണ വേണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് അവർക്ക് സേഫ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഉണ്ടാക്കണം. ദെൻ ഓൾവേസ് നമ്മൾ അവരെ വെൽക്കമിങ് ചെയ്യണം. നമ്മളിൽ ഒരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളുള്ള ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അവർക്ക് ഇമോഷണൽ ഇംബാലൻസ് എന്നുള്ളൊരു പ്രശ്നം മാറി ഇമോഷണൽ ബാലൻസിലേക്ക് വരാൻ, അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കാൻ
അറ്റൻഷൻ ഡെഫിഷ്യൻസി എന്നുള്ള ഒരു പ്രശ്നം അവർക്കുണ്ടെങ്കിൽ അതിനെ അവർക്ക് റിക്കവർ ചെയ്യാൻ, അതിനെ അവർക്ക് ഓക്കെ ആക്കി എടുക്കാൻ, അറ്റൻഷൻ ഡെഫിഷ്യൻസിയിൽ നിന്നും അവർക്ക് ഓവർകം ചെയ്തു വരാൻ, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ, ടൈം മാനേജ്മെന്റ് ഡെഫിഷ്യൻസീസ് വരുന്നു അതിനെ ഓവർകം ചെയ്യാൻ, കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നു അതിനെ ഓവർകം ചെയ്യാൻ, അവർക്ക് ഓർമ്മശക്തിയിൽ പ്രശ്നങ്ങൾ വരുന്നു, അവരുടെ സ്ട്രെസ്, ഇതിനെല്ലാം ഓവർകം ചെയ്ത് മാറ്റിയെടുക്കാൻ നമുക്ക് തെറാപ്പീസ് അവൈലബിൾ ആണ്. ഡെഫിനറ്റ്ലി EFT നല്ല രീതിയിലുള്ള ഒരു മെത്തേഡാണ്. എന്ത്, അവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിലൊരെണ്ണം EFT ആണ്. വളരെ നല്ല രീതിയിൽ അവരുടെ ചേഞ്ചസ് കാണാൻ സാധിക്കും. നല്ല രീതിയിലുള്ള ചേഞ്ചസ് അവരിൽ കാണാൻ സാധിക്കും. EFT മെത്തേഡ് അവർക്ക് മാറ്റങ്ങൾ കാണുന്നതായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ, നമുക്ക് കാണാൻ പറ്റും. റിസൾട്ട് പെട്ടെന്നാണ്. ഒരുപാട് സമയമെടുത്ത് കുറേ സിറ്റിംഗ്സ് ഒക്കെ വെച്ച് ഒരുപാട് തെറാപ്പീസ് ചെയ്ത് ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ സാധിക്കും. ബിക്കോസ് എന്താണ്, അവരുടെ ഉള്ളിലുള്ള ആ ഒരു ട്രോമ എന്താണോ അതിനെ എടുത്തു മാറ്റുകയാണ്. അവരിലുള്ള സ്ട്രെസ് എന്താണോ അതിന്റെ റീസൺ കണ്ടുപിടിക്കുകയാണ്, അതിനെ എടുത്തു മാറ്റുകയാണ്. പിന്നീട് ഒരിക്കലും ആ ഒരു ട്രോമയ്ക്കോ സ്ട്രെസ്സിനോ അതിലേക്ക് കയറി വരാൻ പറ്റാത്ത രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ട്രോമ ആയിരിക്കുമല്ലോ അവരിലുണ്ടാവുന്ന റീസൺ. അവർക്ക് പേടിയുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു റീസണിനെയാണ് എന്ത് ചെയ്യുന്നത്, ട്രോമ എന്നുള്ള കാര്യത്തിനെയല്ല മാറ്റുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അതിനെയാണ് ഇത് മാറ്റിയെടുക്കുന്നത്. അതിനെ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റുന്നതോടുകൂടി കംപ്ലീറ്റ്ലി ക്യൂർ ആവുകയാണ്. അല്ലേ, കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുന്നതോടുകൂടി, അതായത് പ്രൊക്രാസ്റ്റിനേഷൻ സംഭവിക്കുന്നു, മെമ്മറി ചലഞ്ചസ് കുട്ടികളിൽ വരുന്നു. കുട്ടികളിൽ നമ്മൾ പറയും കുട്ടികളിൽ മടിയാണ്, അവർക്ക് മടി സംഭവിക്കുകയാണ്, മടി കാരണമാണ് എന്നുള്ളത്. മടി ആവില്ല, എവറിത്തിങ് വിൽ ഹാവ് എ റീസൺ. അതിനൊക്കെ ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം മാറ്റാൻ. ഓക്കെ, ആ റീസൺ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് വേണം മാറ്റാൻ. അതേപോലെ സോഷ്യൽ മീഡിയ അഡിക്ഷൻസ് വരുന്നു, ഗെയിമിങ്ങിലോട്ട് അഡിക്ഷൻസ് വരുന്നു. സംടൈംസ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗെയിമിങ് ഒരു അഡിക്ഷനായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കണം. അഡിക്ഷനായി മാറാതെ നമുക്ക് നോക്കാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞു, ഒരു അഡിക്ഷനാണ്, അവര് നമ്മള് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തെറാപ്പിസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ അഡിക്ഷൻ വരുന്നു, അവര് സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോളിങ് മാത്രമാണ്, റീൽ സ്ക്രോളിങ് ഇത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ മെമ്മറി പവർ ലോസ് ആയിക്കൊണ്ടിരിക്കും. വെറും 50 സെക്കൻഡ്സിനുള്ള ഒരു വീഡിയോ ചിലപ്പോൾ 50 സെക്കൻഡ്സും അവർ കാണുന്നുണ്ടാവില്ല. 10 സെക്കൻഡ് കൊണ്ട് ഇതിങ്ങനെ കേറി പോവുകയാണ്. ഇവരുടെ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല, അവരതിലോട്ട് അറ്റൻഷൻ കൊടുക്കുന്നില്ല. ഇതെല്ലാം സംഭവിക്കുന്നത് അവരുടെ മെമ്മറൈസ് ചെയ്യാൻ ആൻസൈറ്റി കൂടുതൽ ഉണ്ടാവാനുള്ള റീസൺസ് വരുന്നു. സോഷ്യൽ മീഡിയ ആണ് അവരുടെ ലോകം എന്ന് വെച്ചിട്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ആവശ്യങ്ങൾക്ക് വേണം, അനാവശ്യമാവരുത് എന്നുള്ളൂ. ഇതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയണം, എല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷെ ഇതിനെല്ലാം ലിമിറ്റേഷൻസ് വെക്കണം. അങ്ങനെ അഡിക്ഷനായി സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു അഡിക്ഷനായി മാറി. ലിമിറ്റേഷൻസ് നമുക്ക് വെക്കാം, അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ എനിക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഈ രീതിയിലാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കി അവരെ കൂടെ നിർത്തി പറഞ്ഞു കൊടുത്ത് അവരതിലേക്ക് അഡിക്ഷനിലേക്ക് പോകാതെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞു, അഡിക്ഷൻ ആണ്, അവർ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, മൊബൈൽ ഫോൺ മാറ്റിവെക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഗെയിമിംഗ് ആണ്, ഗെയിമിങ്ങിൽ നിന്ന് അവർ ഇറങ്ങി വരുന്നില്ല. ഇനി എന്താണ് ഇതിന് വഴി? കുറെ തല്ലിയത് കൊണ്ട് കാര്യമില്ല, അതിലൊന്നും ഒരു അർത്ഥമില്ല. നമുക്ക് അവർക്ക് വേണ്ടത് അവരെ മാറ്റിയെടുക്കുക, അവരുടേതായ രീതിയിൽ അവരുടേതായ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് അതിനെല്ലാം മാറ്റിയെടുക്കാനേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് EFT പ്രയോഗിക്കാം. അവിടെ നമുക്ക് EFT എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പ്രയോഗിച്ച് അവരിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും.
അവരിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ മാറുന്നത് നമുക്ക് കണ്ടുകൊണ്ട് നിർത്താൻ സാധിക്കും. ഓക്കെ, സോ മനസ്സിലാവുന്നുണ്ടോ? You can use your chat box യൂസ് ചെയ്തിട്ട് പറഞ്ഞാലും മതി. ഓക്കെ, ദെൻ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മള് ഓക്കെ, താങ്ക് യു. ഓക്കെ, ഡൗട്ട്സ് മറ്റു കാര്യങ്ങളും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അവസാനം നമ്മൾ ഇന്ററാക്ഷൻ ടൈമിൽ നമുക്ക് തീർച്ചയായും ക്ലിയർ ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ററാക്ഷൻ ടൈമിൽ നമുക്ക് അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവാം. ഇപ്പൊ നമുക്ക് ടോപ്പിക് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്രയും കാര്യങ്ങളുള്ള ഒരു ടോപ്പിക്കാണത്. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നമ്മൾ ഈ ഒരു സമയത്ത് എന്ത് വേണം, ടോപ്പിക്ക് കൃത്യമായിട്ട് പറയേണ്ടത് കൊണ്ടാണ് ഇന്ററാക്ഷൻ ടൈമിൽ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ദെൻ നമ്മൾ EFT യെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അവരുടെ ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് ഉള്ള ഒരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് മാറ്റിയെടുക്കണമല്ലോ, അവരുടെ പ്രശ്നം മാറ്റിയെടുക്കണം, അവരുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം. നമുക്ക് എന്ത് വേണം, തീർച്ചയായിട്ടും അതിനുള്ളൊരു മാർഗമാണ് അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡാണ് EFT മെത്തേഡ് എന്ന് പറയുന്നത്. ഈ വരുന്ന 19th പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, EFT ഫോർ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് 6th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുള്ള 12 വയസ്സ് തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, കുട്ടികളിൽ ഈ വരുന്ന 19th തിങ്കളാഴ്ച മൺഡേ പുതിയ ബാച്ച് EFT ഫോർ സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. 21 ഡേയ്സിന്റെ ഡ്യൂറേഷനിൽ വരുന്ന 7 ഡേയ്സ് ഓൺലൈൻ സെഷൻസ് വരുന്ന 14 ഡേയ്സ് ഓഫ് മെന്റർ സപ്പോർട്ട് തരുന്ന ഒരു കോഴ്സാണ് എന്ത് ചെയ്യുന്നത്, മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുള്ള കുട്ടികളെയാണ് എടുക്കുന്നത്. 6th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് EFT ഫോർ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്ര ദിവസമാണ്? 7 ഡേയ്സ് ഓൺലി സെഷൻ, 14 ഡേയ്സ് ഓഫ് മെന്റർ സപ്പോർട്ട്, 21 ഡേയ്സ് ഓഫ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ 21 ഡേയ്സ് ആണ് ഉണ്ടായിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു EFT മെത്തേഡ് ചെയ്യുന്നതിലൂടെ ഇവരിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രോബ്ലംസ് മാറി പോകുന്നത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. റിസൾട്ട് പെട്ടെന്നായിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിലുള്ള ട്രോമ, സ്ട്രെസ് എന്താണോ അവരുടെ റീസൺ, ആ റീസണെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റാൻ EFTക്ക് സാധിക്കും. അവരിലുള്ള പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് മാറ്റിയെടുത്ത് കൊണ്ടുവരാൻ EFTക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ എന്താണ് പറഞ്ഞു വന്നത്? അപ്പോ ഈ ഒരു രീതിയിൽ എന്താണ് 19th സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 19th എന്താണ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വീക്ക്ലി ഫോളോ അപ്പ് സെഷൻസ് ഉണ്ടായിരിക്കും, മന്ത്ലി ഫോളോ അപ്പ് ക്ലാസ് ഉണ്ടായിരിക്കും, ഡെയിലി സ്പെഷ്യൽ മെഡിറ്റേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. വളരെ വലിയൊരു പ്രോഗ്രാമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ചെറിയ കാര്യമല്ല. അപ്പൊ 21 ഡേയ്സ് ഓഫ് ഡ്യൂറേഷനിൽ വരുന്നത് 21 ഡേയ്സിൽ നിൽക്കുന്നില്ല, അവസാനിക്കുന്നില്ല. അവർക്ക് എപ്പോഴും അവരുടെ സപ്പോർട്ട് എന്ന രീതിയിൽ അവർക്ക് എന്തുണ്ട്, മന്ത്ലി ഫോളോ അപ്പ് കോൾസ് ഉണ്ടായിരിക്കും, എല്ലാ വീക്കിലും ഫോളോ അപ്പ് സെഷൻസ് ഉണ്ടായിരിക്കും, എല്ലാ ദിവസവും സ്പെഷ്യൽ മെഡിറ്റേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് വേണ്ടി മാത്രമായി സ്പെഷ്യൽ ആയിട്ടുള്ള മെഡിറ്റേഷൻ സെഷൻസ് അവർക്ക് എന്തായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 19th സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രോക്രാസ്റ്റിനേഷൻ സംഭവിക്കുന്നു,
ട്രോമാസ് ഉണ്ടാവുന്നു, സ്ട്രെസ് ഉണ്ടാവുന്നു, ആംഗ്രി ഇഷ്യൂസ് ഉണ്ടാവുന്നു, അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റാത്ത കാരണം NPD പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തുടക്കത്തിലെ സോൾവ് ചെയ്യാത്തത് കാരണം NPD പോലുള്ള അവസ്ഥയിലോട്ട് ഇവരെത്തുന്നു. ഇതിനെല്ലാം നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ, ഇതിനെല്ലാം നമുക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് അവരെ ഓക്കെ ആക്കി നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അവർക്ക് ട്രോമ കൊടുക്കാതെ, സ്ട്രെസ് കൊടുക്കാതെ നമ്മുടെ കുട്ടികളെ നമുക്ക് നല്ലപോലെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരണം, അല്ലേ? നല്ല പാരന്റിങ് കൊടുക്കണം. ഇതിനെല്ലാം നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ നമ്മുടെ മുന്നിൽ വളരണം എന്നുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിയെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മളെ ചെയ്യേണ്ടത്. നമ്മൾ മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ പാരന്റ്സ് ആണ്, നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്ത് അവരെ ഓക്കെ ആക്കി അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതെല്ലാം നമ്മളാണ്. നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. കുട്ടികളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വാച്ച് ചെയ്യണം. അവരിൽ എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുന്നത് എന്ന് വാച്ച് ചെയ്യണം. അവരിൽ ഉണ്ടാകുന്ന നല്ലതും ചീത്തയും നമ്മൾ വാച്ച് ചെയ്യണം. തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഷൗട്ട് ചെയ്യല്ല, നിർബന്ധം പിടിക്കല്ല. അവരോട് പറയാണ്, ഞാൻ പാരന്റ് ആണ്, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, വേറൊരു ചോദ്യവും സംസാരവും ഒന്നും ഇവിടെ വേണ്ട. അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കല്ല. നമ്മൾ അവിടെ ഓപ്പൺ സ്പേസ് കൊടുക്കണം. അവർക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതിന് തിരിച്ച് മറുപടി പറയാൻ നമുക്ക് പറ്റണം. അവിടെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അവരോട് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇതിനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്നു എന്ന് അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ കടന്നു പോകുന്ന കാലഘട്ടം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത് ചെയ്യൽ അത്യാവശ്യമാണ്. അങ്ങനെയാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്. ദെൻ ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരിലെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ഉണ്ടാവുന്ന ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും അവർ നമ്മളോട് വന്ന് പറയും. അതുകൊണ്ട് തന്നെ ഏർലി ഡിറ്റക്ഷൻ സാധ്യമാകുന്നു. പെട്ടെന്ന് തന്നെ തുടക്കത്തിൽ തന്നെ നമുക്കിത് മനസ്സിലാവുന്നു. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ വല്ല കൗൺസിലിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം അറിയുള്ളൂ. വീട്ടിലുള്ളതിനുള്ള സ്പേസ് കൊടുക്കാത്തവരാണെങ്കിൽ സ്കൂളിൽ നടക്കുന്ന കൗൺസിലിങ്ങിലൂടെയൊക്കെയാണ് അവരിലുണ്ടാവുന്ന ബുള്ളിയിങ്ങും അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം പുറത്തു വരിക. അപ്പോഴാണ് വീട്ടിൽ നമ്മൾ പറയാൻ നമ്മളിൽ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ് ആണ്. സ്ട്രിക്ട്നെസ് വേണം. അവരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അത് അവർക്ക് മനസ്സിലാവണം. എന്തിനാണ് സ്ട്രിക്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് അവർക്ക് മനസ്സിലാവണം. അല്ലാതെ എല്ലാത്തിനും സ്ട്രിക്റ്റ് അല്ല, എല്ലാത്തിനും അവരെ കൺട്രോൾ ചെയ്യല്ല. അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. ആ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ വാക്കാൽ പറഞ്ഞാൽ പോരാ, അത് അവർക്ക് മനസ്സിലാവും വേണം. അപ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയുള്ളൂ. അപ്പോഴേ ഉള്ളൂ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മളോട് വന്ന് പറയുള്ളൂ. കാരണം ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ, തുടക്കത്തിലേ മനസ്സിലാക്കി കഴിയുമ്പോൾ വളരെ എളുപ്പമാണ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇത് മാറ്റിയെടുക്കാം എന്ന് പറ്റും. നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോ ഓൺലൈൻ സെഷൻസ് ആണ്. ഇപ്പൊ EFT ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഓൺലൈൻ സെഷൻ ആണ് നടക്കുന്നത്. മുമ്പാണെങ്കിൽ നമുക്ക് ഇതൊന്നും അവൈലബിൾ അല്ല. നമുക്ക് ഓഫ്ലൈൻ സെഷന് വേണ്ടി നോക്കി നടക്കേണ്ടി വരും. ഓൺലൈൻ ഒന്നും അത്ര അവൈലബിൾ അല്ല ഇപ്പോഴത്തെ പോലെ. നമുക്ക് ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെല്ലാം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ എല്ലാം യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി, അവരുടെ നല്ല നാളേക്ക് വേണ്ടി, അവരുടെ നല്ല പ്രസന്റ് ലൈഫിന് വേണ്ടി, നല്ല നാളെയും നല്ല ഭാവിയും പുറമെ അവരുടെ ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫ് കളർഫുൾ ആവാൻ വേണ്ടി, അവരെ ഈ ട്രോമയിൽ നിന്നും, സ്ട്രെസ്സിൽ നിന്നും, ബുള്ളിങ്ങിൽ നിന്നും, അവരുടെ എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവരുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും മനസ്സിലാക്കി അതേ മാറ്റിയെടുക്കാൻ വേണ്ടി
ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അത് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അവരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റും, കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റും. ഏതൊരു പ്രശ്നത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവരിൽ കോൺഫിഡൻസ് വന്നുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. ഇതിനെല്ലാം പറ്റുന്ന ഒരു ടെക്നിക്സോ തെറാപ്പിയോ ആണ് എന്ത്, EFT ചെയ്യുന്നതിലൂടെ നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, 19th സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 19th സ്റ്റാർട്ട് ചെയ്യുന്നു. 21 days ഓഫ് ഡ്യൂറേഷൻ വരുന്നു, 7 days ഓൺലൈൻ സെഷൻസ് വരുന്നു, 14 days ഓഫ് മെന്റർ സപ്പോർട്ട് തരുന്നു. അല്ലേ, എന്ത് രസമാണ് കേൾക്കാനല്ലേ. ഈ 21 days ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. വീണ്ടും എന്താണ്, വീക്ക്ലി ഫോളോ അപ്പ് സെഷൻസ് കൊടുക്കുന്നു, മന്ത്ലി ഫോളോ അപ്പ് കോൾസ് കൊടുക്കുന്നു, ഡെയിലി സ്പെഷ്യൽ മെഡിറ്റേഷൻ സെഷൻസ് കൊടുക്കുന്നു. നമ്മൾ പറയാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ നമ്മുടെ കുട്ടികൾക്കും ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. കുട്ടികൾക്ക് കുട്ടികളുടേതായ രീതിയിലുള്ള സ്പെഷ്യൽ മെഡിറ്റേഷൻസ് ഉണ്ട്. അതാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആകുക. അപ്പൊ അതെന്താണ്, അതും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അതിനെ യൂട്ടിലൈസ് ചെയ്യുക. കുട്ടികൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അവരുടെ പ്രസന്റ് ലൈഫ് എൻജോയബിൾ ആക്കാൻ വേണ്ടി, അവരുടെ ഭാവി നല്ല രീതിയിലാവാൻ വേണ്ടി, സെക്യൂർ ആക്കാൻ വേണ്ടി, അവർക്ക് ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യുന്ന രീതിയിൽ അവരെ സ്ട്രോങ് ആക്കാൻ വേണ്ടി, കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവരെ സേഫ് ആക്കി അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം പറഞ്ഞു തീർന്നു. അതുപോലെ തന്നെ അതിന്റെ റെമഡി എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാര്യവും പറഞ്ഞു, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. ദെൻ നമുക്ക് എന്താണ് ഇന്ററാക്ഷൻ ടൈം കൊടുക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു സമയത്ത് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ചോദിച്ചോളൂ. ഡൗട്ട്സ് ഒന്നുമില്ലേ? എല്ലാം ക്ലിയർ ആണോ? എല്ലാം ഓക്കെ ആണോ? I am waiting for your questions. Is everything okay? എല്ലാം ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ള ഡൗട്ട്സ് ഉണ്ടോ? സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടോ? അതല്ലാത്ത രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടോ?
ഓക്കെ ദെൻ ഇതുമായിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അധികം സമയമില്ല, 19th വരുന്നത്. തീർച്ചയായിട്ടും കൗൺസിലറുമായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം, ടീമുമായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? PA എങ്ങനെ വരുന്നുണ്ട് മാം? ഫീ വരുന്നത് 7,999 ആണ്. 7,999 രൂപയാണ്. അത് നമുക്ക് ഓഫർ ഉണ്ട് 6,999, 6,999 രൂപയാണ് ഇന്ന് മുതൽ. ഇന്നലെ വരെ 5,999 ആയിരുന്നു. ഇന്ന് 6,999 ആണ്, 6,999 രൂപ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, താങ്ക് യു. എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. നല്ല രീതിയിലുള്ള മാറ്റം കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇനി അത് ക്വസ്റ്റ്യൻസ് ഓ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ട് ഉണ്ടാവില്ല മേഡം? ഓഫ്ലൈൻ എങ്ങനെയാ? ഓൺലൈൻ ആയിട്ടാ ഉണ്ടാവുക പരിപാടി? അതെ, ഓൺലൈൻ ആയിട്ടാണ്. ഓൺലൈൻ സെഷൻസ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പാണ്? 19th സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ 19th സ്റ്റാർട്ട് ചെയ്യുക. 21 days ഡ്യൂറേഷൻ ആണ്. 7 days ഓൺലൈൻ സെഷൻസ് ആണ്. 14 days ഓഫ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എപ്പായിട്ട് ഉണ്ടാവില്ല? വൈകുന്നേരാ, രാത്രിയാ? രാത്രി ഉണ്ടാവില്ല, മോർണിംഗ് രാത്രിയാ? സമയം 7:30 PM. ഈവനിങ് ആണ് ടൈം. 7:30 PM 7:30 PM വൈകുന്നേരത്ത് 7:30 സമയം വരുന്നത്. റിക്കവർ ആവുന്നതായിരിക്കും അല്ലേ ടീമിൽ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് തീർച്ചയായിട്ടും നല്ലൊരു ടോപ്പിക്കുമായിട്ട് എന്തായിരിക്കും അടുത്ത സെഷനിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ. Hope you all are doing well. Thank you so much for actively listening. Thank you so much for hearing me. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Okay, thank you. Okay. Then തീർച്ചയായും അടുത്ത സെഷനിൽ കാണാം. Thank you. Take care.